അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഊഴമാണ്. 10 ലക്ഷം കോടി രൂപയുടെ AI നിക്ഷേപത്തെക്കുറിച്ചാണ് സാക്ഷാൽ മുകേഷ് അംബാനി പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയുടെ AI വിപ്ലവത്തിൽ 10 ലക്ഷം കോടിയുടെ നിക്ഷേപം വെറും തുടക്കം മാത്രമാണെന്ന് മുകേഷ് അംബാനി പറയുന്നു. ജിയോ ടെലികോം രംഗത്തേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ഡാറ്റ നിരക്കുകൾ തകർന്നു വീണു. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇനി ഇന്റലിജൻസിനെ ജനകീയമാക്കുകയാണ് റിലയൻസിന്റെ ലക്ഷ്യം. ഓർക്കണം, ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ഡാറ്റ ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതറിയണമെങ്കിൽ വിദേശത്ത് പോയി വരണം. അതിന് ചുക്കാൻ പിടിച്ചത് ജിയോയാണ്. ഇന്ന് മിക്ക AI സേവനങ്ങളും വിദേശ കമ്പനികളുടെ സെർവറുകളിൽ നിന്നാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലാണ്. ഇതിന് മാറ്റം വരുത്തിക്കൊണ്ട് സ്വന്തമായി കമ്പ്യൂട്ടേഷണൽ പവർ നിർമ്മിക്കാനും AI ചെലവ് കുറയ്ക്കാനും വിവരങ്ങളുടെ പരമാധികാരം ഉറപ്പാക്കാനുമാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത്. ജാംനഗറിൽ വരുന്ന ഡാറ്റാ സെന്ററുകൾ വലിയ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ കരുത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും. ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ഗവൺമെന്റ് പ്രൊജക്റ്റുകൾക്കും കുറഞ്ഞ ചെലവിൽ AI ഉപയോഗിക്കാൻ അവസരമൊരുക്കും. AI പ്രവർത്തിക്കാൻ വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. റിലയൻസിന്റെ സോളാർ ഉൾപ്പെടെയുള്ള ഓൾട്ടർനേറ്റീവ് ഊർജ്ജ മാർഗങ്ങൾ കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹൃദമായി AI പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തു നൽകും. റിലയൻസ് ജിയോ ലക്ഷ്യമിടുന്നത് AI സേവനങ്ങൾ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഇത് ആരോഗ്യരംഗത്തെ രോഗനിർണയത്തിനും കൃഷിയിലെ കർഷകരുടെ നേട്ടത്തിനും വേഗത കൂട്ടും. AI രംഗത്ത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. ചെറുകിട സംരംഭകർക്ക് ഉൽപ്പാദനക്ഷമത കൂട്ടാൻ AI ടൂളുകൾ ലഭിക്കും.